എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ദാഹിപ്പൂരിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയും എരിവും പുളിയും സ്വീറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പാനിപ്പൂരിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ലൊരു ദാഹിപ്പൂരി ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് സ്വീറ്റ് ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് പുളി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 7 ഈത്തപ്പഴം, അത്യാവശ്യം വലിയ ഈത്തപ്പഴമാണ് ഞാൻ എടുത്തത്, ചെറുതാണെങ്കിൽ ഒരു 10 എടുത്തോ. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോഴത്തേക്ക് ശർക്കര ഒന്ന് മെൽറ്റായി ഈത്തപ്പഴം പുളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് വരും. നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവണം. ഒരു 5 മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോഴത്തേക്ക് ഈത്തപ്പഴം പുളിയെല്ലാം നല്ലതുപോലെ സോഫ്റ്റായി നന്നായിട്ട് വെന്ത് വരും. അങ്ങനെ ഇത് നമ്മൾ തിളക്കാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോഴാണ് നമ്മൾ ഇളക്കി കൊടുത്തത്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഈത്തപ്പഴവും പുളിയെല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ശർക്കരയെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടും ഉണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ചൂട് പോകാനായിട്ട് നമ്മൾ മാറ്റി വെച്ച സ്വീറ്റ് ചട്നി ഇതാ നല്ലതുപോലെ ചൂടെല്ലാം പോയി കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഇത്ര തിക്ക് ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പം നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനും ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വീറ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്വീറ്റ് ചട്നി. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഗ്രീൻ ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് 1 കൈപ്പിടി ഫുള്ള് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 കൈപ്പിടി ഫുള്ള് പുതിനയില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1/4 ടീസ്പൂൺ കുമിൻ പൗഡർ ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ഐസ് ക്യൂബ്, 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ ഗ്രീൻ ചട്നിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 ചട്നികളും റെഡി ആയതിനു ശേഷം ഞാനിതാ ഇതുപോലെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഗ്രീൻ ചട്നിയും സ്വീറ്റ് ചട്നിയും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഒരു വലിയ പൊട്ടാറ്റോ പുഴുങ്ങിയതിന് ശേഷം വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം വേവിച്ചെടുത്ത വെള്ളക്കടല ഇട്ട് കൊടുക്കാം. വെള്ളക്കടലയോ കറുത്ത കടലോ ഏതാണോ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പിട്ടതാണ്, പിന്നെ കടല വേവിക്കുമ്പോഴും. അപ്പം ബാക്കിയുള്ളതിന് കണക്കായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ട ഒന്നാണ്
ചെറിയൊരു മധുരമുള്ള തൈര് അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിതാ അധികം പുളിയില്ലാതെ കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതൊരു 8 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൈരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പൂരി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല നേരിയ റവ നോക്കി എടുക്കുക. പിന്നെ വറുക്കാത്ത റവയായാലും അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ റവ ആയതുകൊണ്ട് തന്നെ വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 8-10 മിനിറ്റോളം തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. എന്നാലേ ഇത് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. അങ്ങനെ മാവിത നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ആക്കി കൊടുക്കുക. എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം, മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അരമണിക്കൂറോളം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയി വരും. അപ്പോൾ ഇതാ നമ്മൾ മാവ് കുഴച്ചിട്ട് അടച്ചു വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ 1 മിനിറ്റോളം ഒന്ന് കുഴച്ചു കൊടുക്കുക. ഒന്ന് കുഴച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം ഇതുപോലെ ഉരുട്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പുമ്മൽ അല്പം മൈദ തൂകിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ പൂരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടലാണെങ്കിൽ ഇപ്പം പാക്കറ്റിൽ പൂരി പരത്തിയത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നമുക്കത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടൂ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ ഇതുപോലെ ബിസ്ക്കറ്റ് കട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിൻ്റെ മൂടിയെല്ലാം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പൂരി തന്നെ ആക്കിയെടുക്കുക. പിന്നെ ഞാൻ ഓൾറെഡി പാനിപൂരിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പാനിപൂരിയും. എല്ലാം മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന മാവ് കളയൊന്നും വേണ്ട, എടുത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവനും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പം മുഴുവനും ഞാൻ ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായിനോന്ന് അറിയാൻ ഒരു ചെറിയ കഷ്ണം മാവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോൾ നമ്മൾ പരത്തി വെച്ച പൂരി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇടുമ്പം തന്നെ നന്നായിട്ട് പൊങ്ങാൻ തുടങ്ങും. അന്നേരം അരിപ്പക്കയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുക. അന്നേരം മുഴുവനായിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഇങ്ങനെ പൊങ്ങി വരണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല ശരിക്കും ഫില്ലിങ്ങും സോസും എല്ലാം ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ. പിന്നെ നല്ല ക്രിസ്പി ആയിരിക്കണം പൂരി. ഇപ്പം എല്ലാം നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ പൂരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പൂരി നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക.
പൂരി മുഴുവനും ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ദാഹി പൂരി റെഡിയാക്കാം. അപ്പോൾ പൂരിയും ഫില്ലിങ്ങും സോസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദാഹി പൂരി റെഡിയാക്കേണ്ട പണിയേ ഉള്ളൂ. ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പൂരിയിൽ നിന്നും ഓരോ പൂരി എടുത്തിട്ട് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കുത്തിപ്പൊടിച്ചിടാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. പൂരി നല്ല ക്രിസ്പി ഉണ്ടാവണം, എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആദ്യം പൂരി റെഡിയാക്കിയിട്ട് വേണമെങ്കിൽ സോസ് എല്ലാം റെഡിയാക്കാം. പൂരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് സോസ് റെഡിയാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ സോസ് എല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷമാണ് പൂരി റെഡിയാക്കൽ. അപ്പോൾ അതുപോലെയാണ് നിങ്ങൾക്ക് കാണിച്ചത്. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യുക. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് പൂരിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കുത്തിപ്പൊടിച്ചിട്ട് കുറച്ച് പൂരി ഇതുപോലെ വെച്ച് കൊടുക്കുക. വലിയ പ്ലേറ്റിൽ വേണമെങ്കിൽ വലിയ പ്ലേറ്റിൽ, അല്ലെങ്കിൽ ഓരോ ആൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റിൽ ആക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് സ്വീറ്റ് ചട്നി ആദ്യം ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സ്വീറ്റ് ചട്നി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നല്ല കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെയെല്ലാം യൂസ് ചെയ്യാം. സാൻഡ്വിച്ച് എല്ലാം ആക്കുമ്പോൾ അതിലെല്ലാം സ്പ്രെഡാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ചട്നി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചട്നിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കുക. ചട്നി എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുക. അതുപോലെ പൂരി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഒരു 2-3 ദിവസമൊന്നും അതിൻ്റെ ക്രിസ്പിയൊന്നും പോകില്ല. വെക്കുന്ന സമയത്ത് നല്ല കണ്ടെയ്നറിൽ തന്നെ ഇട്ട് വെക്കുക. അങ്ങനെ ഫില്ലിങ് നിറച്ചതിന് ശേഷം വീണ്ടും സ്വീറ്റ് ചട്നി ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഗ്രീൻ ചട്നി ഒഴിച്ചു കൊടുക്കുക. പിന്നെ തൈര്, സോസെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. തൈരും സോസും എല്ലാം എത്ര സോസെല്ലാം ഒഴിച്ചു കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് ഉണ്ടാവുക. ഇനി വീണ്ടും സ്വീറ്റ് ചട്നി ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ചട്നി, പിന്നെ വീണ്ടും തൈര് കുറച്ച് അധികം തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് പോമോഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മുളക് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. കാണാനൊരു ഭംഗിയുമാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് ചാട്ട് മസാല മെയിനായിട്ട് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഞാനിതാ കുറച്ച് മഞ്ഞ മിക്സ്ചർ എടുത്തിട്ടുണ്ട്, സേവ്, അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ദാഹി പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ആവശ്യമുള്ളത് സെറ്റ് ചെയ്യുക. ബാക്കി സോസ് എല്ലാം ഫ്രിഡ്ജിൽ വെക്കുക. ബാക്കിയുള്ള പൂരി നല്ല കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.